ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഇന്ന് ലോക പരിസ്ഥിതി ദിനം. എല്ലാ കൂട്ടുകാർക്കും പരിസ്ഥിതി ദിന ആശംസകൾ. ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരുപാട് വർക്കുണ്ടല്ലേ? അതിലൊരെണ്ണമാണ് എൻ്റെ മോൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്ന് അവന് പോസ്റ്റർ നിർമ്മിച്ച് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഒരു തൈ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ നടിയിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു തിരക്കിലാണ് രാവിലെ ഞാനും കുഞ്ഞുങ്ങളും കേട്ടോ. അതിനായിട്ട് നമ്മുടെ പറമ്പിൻ്റെ അരുവിലായിട്ട് ഒരു മാവ്, അതായത് നമുക്ക് ഒരു വലിയ മാവുണ്ടായിരുന്നു, അതിനകത്ത് മാങ്ങ വീണിട്ടാന്ന് തോന്നുന്നു, അത് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ മാവിൻ തൈ നമ്മൾ ഇതിനൊക്കെ കണ്ടിട്ട് അത് കാട് വെട്ടുമ്പോൾ കളയാതെ വെച്ചതാണ്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അനിയനും ഏട്ടനും കൂടി മാവ് പറിക്കാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം ചെറിയൊരു തൈയാണ്, വലിപ്പമുണ്ട്, എന്നാലും തീരെ ചെറുതല്ല. അപ്പോൾ അത് നമുക്ക് പറിച്ചു കൊണ്ടുവന്ന് നട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കാം. കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ കുറവാണ്. അപ്പോൾ ചിലപ്പോൾ ബാക്കിയായില്ലെങ്കിലോ, മഴയുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്കത് പറിക്കാം. കണ്ണൻ ആവുന്നത് പോലെ ശക്തി എടുത്തിട്ടും അതിങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഞാനാണത് പറിച്ചു കൊടുത്തത് കേട്ടോ. കാരണം അതിൻ്റെ വേര് നന്നായിട്ട് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം ബലം കൊടുത്ത് പറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ വേരൊന്നും പൊട്ടിപ്പോയിട്ടില്ല. ഏകദേശം എന്തായാലും ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ വർഷവും നടാറ്. അപ്പോൾ അതെന്തായാലും ബാക്കിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളത് പറിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ മക്കൾ ഇത് എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് അപ്പുറത്തെ ഭാഗത്താണ് നടന്നത് കേട്ടോ. ഇവിടെ മുഴുവൻ കാടാണ്. കാരണം ഇത് നമുക്ക് മുറ്റം കെട്ടേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഈ മണ്ണൊക്കെ പോകേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ അപ്പുറത്തെ വശത്തോട്ട് കൊണ്ടുപോയി നടുന്നത്. അപ്പുറത്തെ ഭാഗമൊക്കെ നമ്മൾ കെട്ടി സെറ്റാക്കിയതാണ്. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് സാധനം നടാനും അത് പരിചരിക്കാനും. നടൽ മാത്രമല്ല, നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് കാര്യമില്ല, അത് പരിചരിക്കുകയും കൂടി വേണം. അപ്പോൾ അവൻ നട്ട ഒത്തിരി ചെടികളും കാന്താരി മുളക്, പച്ചമുളകൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതൊക്കെ എൻ്റെ മക്കൾ 2 പേരും കൂടി നട്ടതാണ്. ഞങ്ങൾ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പച്ചമുളകിൻ്റെ അകത്ത് ഒരുപാട് കായ്ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാന്താരി മുളക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കാണുന്ന പ്ലാവിൻ തൈ അവൻ കഴിഞ്ഞ വർഷം നട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ പരിചരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നല്ല രീതിയിൽ വളരുന്നുണ്ട്. ഏട്ടന് മരങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 പേരും നട്ട ഒരുപാട് ജാതിമരമുണ്ട് ഇവിടെ. അതാണ് ഈ കാണുന്ന ജാതിമരങ്ങൾ മുഴുവനും കേട്ടോ. ഏകദേശം ഒരുപാട് വലിയതായി. അത് കാരണം നമ്മുടെ മക്കളെ പോലെ തന്നെയാണ്. ഇവരൊക്കെ ജനിക്കുന്നതിന് മുൻപേ നമ്മൾ നട്ടതാണ്. ഇത്രത്തോളം വലുതായി അവർ. അത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് എപ്പോഴും. ഞാനും ഏട്ടനും കൂടി ഒരുപാട് തൈകൾ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ഒരുപാട് തൈകൾ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാ തൈകളൊന്നും ബാക്കിയായിട്ടില്ല. പക്ഷേ എങ്കിലും ഒരു 10-12 ജാതി തൈകൾ ബാക്കിയായി ഈ ലെവലിൽ വളർന്നിട്ടുണ്ട്. നമുക്ക് നേരം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാം. കാരണം അതൊരു തണൽ വൃക്ഷമായിട്ട് മാറും. അപ്പോൾ അതൊരു മാനസികമായിട്ടൊരു രസവും കൂടിയാണ്. കാരണം ഒരു സുഖമാണ്. നമ്മൾ നട്ട ഒരു തൈ നമ്മളെക്കാൾ വളർന്ന് വലുതായി ഒരു തണലേകുന്ന വൃക്ഷമായി മാറുമ്പോൾ അത് മനസ്സിനൊരു ആശ്വാസമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മൾ നട്ട തൈയല്ലേ എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതിപ്പോൾ തൈയല്ല, അതൊരു മരമായി മാറി. അങ്ങനെ അതിനിടയിൽ കണ്ണൻ മരം നടാനുള്ള കുഴിയൊക്കെ കുഴിച്ച് വെക്കുന്നുണ്ട്. വലിയൊരു കുഴി വേണം, പക്ഷെ അവനെ കൊണ്ട് ആവുന്നൊരു ചെറിയ കുഴി കുഴിച്ചു. ബാക്കിയുള്ളത് ഞാനും കൂടി സഹായിച്ചു. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ തൈ നടുകയാണ് ഗൈസ്. ഭാവിയിൽ ഈ ഒരു കൊച്ചു തൈ വളർന്ന് പന്തലിച്ച് അവനും അവൻ്റെ തലമുറകൾക്കും കിളികൾക്കും പക്ഷി മൃഗാദികൾക്കും എല്ലാം തണലേകുന്ന ഒരു വൻ വൃക്ഷമായി മാറട്ടെ എന്ന ഒരാശംസയും കൂടി നമുക്ക് അവന് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ പുറകിലുള്ള സ്ഥലമാണ് കേട്ടോ. വീടിൻ്റെ പുറകിലുള്ള ഏരിയ ആണ്. ഇവിടെയൊക്കെ നിറയെ കാട്ടുമരങ്ങളാണ്. ഇഷ്ടം പോലെ കാട്ടുമരങ്ങളുണ്ട്. ഏട്ടൻ്റെ അമ്മയുടെ സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഈ ചക്ക കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. കണ്ടോ?